വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പാരാമെഡിക്കലിന്റെ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. പാരാമെഡിക്കലിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മളിത് ഫോർത്ത് അലോട്ട്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. പലർക്കും ഇത് ഡൗട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. പാരാമെഡിക്കലിന്റെ ട്രയൽ അലോട്ട്മെന്റ് ആണോ ഇതെന്നൊക്കെ കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇത് നമ്മുടെ നോർമൽ അലോട്ട്മെന്റ് ആണ്. നിങ്ങൾ ഇനി BSc നഴ്സിംഗും പാരാമെഡിക്കലും സെപ്പറേറ്റ് ആണെന്ന് വിചാരിക്കാതെ ഒന്നാണെന്ന് വിചാരിച്ചാൽ മതി. ഈ ഡൗട്ട് അങ്ങ് ക്ലിയർ ആകും. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ BSc നഴ്സിംഗും പാരാമെഡിക്കലും ഒരുമിച്ചായിരുന്നു അലോട്ട്മെന്റ് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഈ വർഷമാണ് ഈ ഒരു സെപ്പറേഷൻ നമ്മുടെ അപ്രൂവൽസ് ഡിലേ ആയതുകൊണ്ട് വന്നത്. അപ്പോൾ ഇനി നമ്മുടെ അലോട്ട്മെന്റ് എല്ലാം ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പഴയ ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക. സെപ്പറേഷൻ മാറ്റിയിട്ട് ഇനി എല്ലാം ഒരുമിച്ചാണ് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം, നിങ്ങൾക്ക് BSc നഴ്സിംഗ് ആണോ അതോ പാരാമെഡിക്കലിൽ ഏതെങ്കിലും കോഴ്സ് ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലൊരു തീരുമാനം എടുക്കണം. നമ്മൾ ഒരു സ്റ്റുഡന്റ് ആണ്, നമുക്ക് പാരാമെഡിക്കലും BSc നഴ്സിംഗ് കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നഴ്സിംഗ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, പാരാമെഡിക്കൽ ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ ആദ്യം സ്വയം തീരുമാനിക്കണം. നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്ന കുറെ ഡൗട്ട്സ് വെച്ചിട്ട് ഞാൻ പൊതുവെ കുറെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് പാരാമെഡിക്കൽ ഓപ്ഷൻ മാത്രം വെച്ച കുട്ടികളുടെ കാര്യം പറയാം. ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പാരാമെഡിക്കൽ മതി എന്ന് തീരുമാനിച്ച കുട്ടികൾ ഇപ്പോഴായിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവുക. ഇന്നലെ നമുക്ക് അലോട്ട്മെന്റ് വരികയും ചെയ്തു. ഈ അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം. അപ്പോൾ ടോക്കൺ ഫീസ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ പ്രൊഫൈലിൽ മേക്ക് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതുവഴി നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയും അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾ അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ടോക്കൺ ഫീസ് അടച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും. അഥവാ ഇനി ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ വഴിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂർ എടുക്കും. അതായത് ഈ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. ഈ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കണം. അതിനുശേഷം ഓഗസ്റ്റ് 30 മുന്നേ ആയിട്ട് നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുകയും വേണം. അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ കോളേജിൽ ഒന്ന് വിളിക്കണം. കോളേജിൽ വിളിച്ച് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കണം. നമ്മുടെ സാധാരണ BSc നഴ്സിംഗിന്റെ സെയിം ഡോക്യുമെന്റ്സ് തന്നെയാണ് പാരാമെഡിക്കലിനും വേണ്ടത്. അതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. BSc നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ ചാനലിൽ കയറി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പല കുട്ടികളും വാക്സിനേഷന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കോളേജിൽ ചോദിച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അതായത് ചില കോളേജസ് പുറത്തു നിന്ന് എടുക്കാൻ പറയും, ചില കോളേജസ് അവർക്ക് അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം അവരുടേതായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്ത് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ കോളേജിൽ തന്നെ ചോദിക്കണം എത്രയാണ് ഫീ എന്നുള്ളത്. ആ ഫീസുമായിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകേണ്ടത്. ഇനി അടുത്തത് പാരാമെഡിക്കൽ ഓൾറെഡി കിട്ടി, പക്ഷെ അവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ല, ഹയർ ഓപ്ഷൻസ് വേണം എന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് പാരാമെഡിക്കലിൽ കിട്ടിയത് എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീസ് നിങ്ങൾ എന്തായാലും അടച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാതെ ഇരിക്കാം. അഡ്മിഷൻ എടുക്കാതിരുന്നാലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് അവിടെ ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ BSc നഴ്സിംഗിനെ പോലെ ഒരുപാട് സീറ്റുകളൊന്നും പാരാമെഡിക്കൽ കോഴ്സസിനില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ലിസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും എത്ര കോളേജസിൽ എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 10,000 കുട്ടികൾക്കുള്ള സീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് 30,000 കുട്ടികൾ അപേക്ഷിച്ചിട്ടുണ്ടാവും. അതിലൊരു 20,000 കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോലും അതിന് 10,000 പേർക്കേ സീറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 10,000 പേർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നതും കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം. കാരണം അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ സെയിം ആസ് BSc നഴ്സിംഗ് ഇതിലും റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. SC ST കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട്, VK BX എന്ന് പറയുന്ന കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് റിസർവേഷൻ ഉണ്ട്. ആ റിസർവേഷൻ സീറ്റുകളും കൂടി അനുസരിച്ചാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വരുന്നത്. അപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാതിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം റിസ്കിലായിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷെ അത് ഇനിയുള്ള വാക്കൻസി സീറ്റിന് വേണ്ടിയിട്ടായിരിക്കും.
നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ LBSൽ നിന്നും ഇനി അടുത്ത അപ്ഡേറ്റ് വരണം. അതായത് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇനി കോളേജിൽ നിന്നും NOC വാങ്ങിയതിന് ശേഷം മാത്രമേ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുകയോ ഇല്ലയോ എന്നുള്ളത് അപ്ഡേറ്റ് വന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ് വെച്ചിട്ട് നമുക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിന് NOC വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും ഇനി അടുത്ത ഒരു അലോട്ട്മെന്റിലേക്ക് പാരാമെഡിക്കലിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെയും നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ സീറ്റ് വാക്കൻസി ആണ്. നിങ്ങൾ ഇപ്പോൾ എടുക്കാതിരുന്നാൽ നെക്സ്റ്റ് അതിന് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും വളരെ കുറവാകാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുപോലെ ഇനി വാക്കൻസി സീറ്റ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊക്കെ കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ബാക്കി വരുന്ന വാക്കൻസി സീറ്റിന് മാത്രമേ മുന്നോട്ട് നമുക്ക് അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പല കുട്ടികളും ചോദിച്ചതാണ് ഇപ്പോൾ പാരാമെഡിക്കലിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയി, ഇനി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിന്റെ അപ്ഡേറ്റ് LBSൽ നിന്നും വന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പറയാനായിട്ട്. കാരണം ഇപ്പോൾ LBS പറയുകയാണ് ഇതേ ഓപ്ഷൻ വെച്ചിട്ട് തന്നെ ഹയർ ഓപ്ഷൻ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി അഥവാ പുതിയ ഓപ്ഷൻസ് വേക്കൻസി സീറ്റിന് വേണ്ടിയിട്ടാണ് വെക്കുക എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ഓഗസ്റ്റ് 30 ശേഷമുള്ള അപ്ഡേറ്റിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതാണ്. അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതായിരിക്കും. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ കോളേജിൽ തന്നെ വിളിച്ച് ചോദിക്കേണ്ടതാണ്. അതുപോലെ പല കുട്ടികളും ചോദിച്ചതാണ് BSc നഴ്സിംഗിനും പാരാമെഡിക്കലിനും ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. താല്പര്യം BSc നഴ്സിംഗ് ആണ്, പക്ഷെ എനിക്ക് പാരാമെഡിക്കലിന് കിട്ടി, എനിക്കിനി BSc നഴ്സിംഗ് കിട്ടുമോ എന്നുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ പാരാമെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പാരാമെഡിക്കലിന് താല്പര്യമില്ലാതെ പാരാമെഡിക്കൽ കിട്ടിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി BSc നഴ്സിംഗ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കുള്ള സീറ്റ് അവിടെ ക്യാൻസൽ ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പാരാമെഡിക്കലിന് അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കലിന് അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റ് 2ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യണം. കാരണം എന്ന് പറയുന്നത് സ്പെഷ്യൽ അലോട്ട്മെന്റ് 2 എന്ന് പറയുന്നത് വാക്കൻസി സീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്നതും വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവിടുന്ന് കൊടുത്ത ഡോക്യുമെന്റ്സും ഫീസും കാര്യങ്ങളും ഒക്കെ തിരികെ വാങ്ങേണ്ടതുമാണ്. പാരാമെഡിക്കലിന് നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ സീറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ആകും. മുന്നോട്ട് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം മാർക്കുള്ള കുട്ടികൾക്ക് പോസിബിൾ ആയിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇതിനകത്ത് ഇൻഡെക്സ് മാർക്ക്, റാങ്ക്, റിസർവേഷൻ, കാറ്റഗറി, അതുപോലെ തന്നെ സീറ്റ് വേക്കൻസി ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിട്ടിയ കുട്ടികൾ സ്വന്തം റിസ്കിൽ വേണം അടുത്ത അലോട്ട്മെന്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. കിട്ടാത്ത കുട്ടികൾ നോർമലി നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അടുത്ത ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ അവസാനം വരെ നിങ്ങൾക്ക് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ഇനി വെയിറ്റ് ചെയ്യണമോ, കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ അവസാനം വരെ ഇൻഡെക്സ് മാർക്ക് കുട്ടികളുടെ ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BSc നഴ്സിംഗിൽ സെൽഫ് ഫിനാൻസിംഗിൽ അവസാനം വരെ കിട്ടിയ കുട്ടികളുടെ ചാൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റിൽ കിട്ടിയിട്ടുള്ള ചാൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിൽ ഗവൺമെന്റിൽ കിട്ടാനുള്ള ചാൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് കേരളത്തിൽ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ്. അടുത്ത കുട്ടികൾ ചോദിക്കുന്നതാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം PNC MAC അല്ലെങ്കിൽ AMCS FNCKയിൽ മറ്റൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറ്റുമോ എന്നുള്ളത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LBSുമായിട്ട് PNC MACനും AMCS FNCK അസോസിയേഷനും ഒരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് LBSൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോളേജിന്റെ ഡിസിഷൻ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ തരണമോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾ പെനാൽറ്റി വീഡിയോ കണ്ടു നോക്കുക. ഇങ്ങനെ LBSൽ നിന്നും നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ ആർക്കൊക്കെയാണ് പെനാൽറ്റി കൊടുക്കേണ്ടത്, ആർക്കൊക്കെ കൊടുക്കണ്ട എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ പെനാൽറ്റി വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതറിയാത്തവർ ആ വീഡിയോയും കൂടി ചെന്ന് കണ്ടു നോക്കി മനസ്സിലാക്കുക. നിങ്ങളുടെ കോളേജിലെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, Q&A സെക്ഷൻ ഒന്നുകൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി പറയുക. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഉടൻ തന്നെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.